നമസ്കാരം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി റീഫ്രഷിങ് ഒരു റോ മാംഗോ പഞ്ചാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പഞ്ചായിരിക്കും ഇത്. തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണത്. അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കണമെന്ന് കണ്ടുപോയിക്കാലോ. നിങ്ങൾക്ക് എല്ലാവർക്കും K4 കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഞ്ച് തയ്യാറാക്കാനായിട്ട് നല്ല പച്ചമാങ്ങയാണ് പഞ്ച് തയ്യാറാക്കാൻ വളരെ നല്ലത്. എങ്കിലും എനിക്ക് കിട്ടിയത് ഒരു ഇടത്തരം പഴുത്ത മാങ്ങയാണ്. എങ്കിലും അത് വെച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 2 കിലോ പച്ചമാങ്ങ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഈ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മാങ്ങയുടെ ഒരു ചോനയുടെ ടേസ്റ്റ് ഒരു ചവർപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറുകയും ചെയ്യും, മാങ്ങ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതേ മാങ്ങ നല്ല സോഫ്റ്റായി വന്നിട്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാർ ഉപയോഗിച്ചിട്ട് ഒരു പേസ്റ്റ് അടിച്ചെടുക്കാം. ചൂടോടുകൂടി മാങ്ങ പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഇനിയിപ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചൂടാറിയ ശേഷം ചെയ്താലും മതിയാവും. നമ്മുടെ അത് മാങ്ങയുടെ പൾപ്പ് നല്ല ക്രീമി ആയിട്ട് വന്നിട്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തായിട്ട് ഒരു പാനിലേക്ക് ഈ പൾപ്പ് നമ്മൾ ഒഴിച്ച ശേഷം ചെറിയ ചൂടിൽ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ കുറച്ച് വറ്റിക്കഴിഞ്ഞ ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര കൂടി ചേർത്തിട്ട് ഒരു ചെറിയ ഇടത്തരം ചൂടിൽ നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ വഴറ്റി ഇതിൽ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല ഡ്രൈ ആക്കി നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പച്ചമാങ്ങയുടെ ഒരു കളറും അതിൻ്റെ ഒരു ലുക്ക് ഒരു ജ്യൂസിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടാൻ വേണ്ടി അതിനകത്തൊക്കെ ഒരു അല്പം ഫുഡ് കളർ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഗ്രീൻ കളറ് അല്പം വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ മഞ്ഞ കളറും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ഒഴിവാക്കാവുന്നതാണ്. ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രം ചേർത്തൊന്നുമല്ല. അപ്പോൾ അതായത് നമ്മുടെ മാങ്ങയുടെ പൾപ്പ് നല്ലോണം വെള്ളമൊക്കെ പറ്റി വന്നുകൊണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങയുടെ പൾപ്പ് തണുത്ത് നല്ല സെറ്റായി വന്നുകൊണ്ട് ഇനി ഇതിന് നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ജാറുകളിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ നമ്മളുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ആ സമയത്ത് ഇനി പറയാൻ പോകുന്ന രീതിയിലുള്ള ഒരു പഞ്ച് നിങ്ങൾ തയ്യാറാക്കി നോക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ സർവിങ് ഗ്ലാസ്സിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തയ്യാറാക്കിയ ഈ മാംഗോൻ്റെ പൾപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത ശേഷം ഇതിനകത്ത് നമുക്ക് ഒരു അല്പം വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. വെള്ളവും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് നല്ല തണുത്ത സോഡ ഒഴിച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ച് റെഡിയാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നൊരു പഞ്ചാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നവരേക്കും ഇസ് ബൈ ഫ്രം ടീം K4 കിച്ചൻ.